ഹമാസ് അനുകൂല പ്രചാരണം നടത്തിയതിന്റെ പേരിൽ യുഎസിൽ തടവിൽ കഴിയുന്ന ഇന്ത്യൻ വിദ്യാർത്ഥി ബദർ ഖാൻ സൂരി വെറും ഒരു ഹമാസ് അനുകൂലിയല്ല, കടുത്ത ഹമാസ് അനുകൂലി. സൂരിക്ക് ഹിന്ദുക്കൾ അപകർഷതാബോധത്തെ തീർക്കാൻ മസ്ജിദുകൾക്ക് മുന്നിൽ നൃത്തം ചെയ്യുന്നവരാണ്. ഇന്ത്യ വംശഹത്യയ്ക്ക് വഴിയൊരുക്കുന്ന രാജ്യമാണ്. ഹമാസിനോടുള്ള കടുത്ത ആരാധന മൂലം ഇയാൾ ജീവിത പങ്കാളിയാക്കിയത് ഹമാസ് രക്തം സിരകളിൽ ഒഴുകുന്ന ഒരു സ്ത്രീയെ തന്നെ. മുതിർന്ന ഹമാസ് ഉപദേഷ്ടാവായ അഹമ്മദ് യൂസഫിന്റെ മകളായ മാഫിസ് സാലിഹാണ് ഈ ഭാരത വിരുദ്ധന്റെ ഭാര്യ. ഇപ്പോൾ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയയ്ക്കൊപ്പം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ചിത്രം പുറത്തു വന്നപ്പോഴാണ് സൂര്യയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന ഇത്തരം വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത്. ഡൽഹിയിലെ ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയിലെ മുൻ ഗവേഷണ വിദ്യാർത്ഥിയും ഇപ്പോൾ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷകനുമായ ബദർ ഖാൻ സൂരിയെ വെർജീനിയയിലെ വീടിന് സമീപത്ത് നിന്ന് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് അറസ്റ്റ് ചെയ്തത്. സൂര്യയുടെ ഭാര്യ മാഫിസ് സാലിഹ് മുതിർന്ന ഹമാസ് ഉപദേഷ്ടാവായ അഹമ്മദ് യൂസഫിന്റെ മകളാണ്. ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയുടെ ഉപദേഷ്ടാവായിരുന്നു അഹമ്മദ് യൂസഫ്. ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജേർണലിസം ബിരുദം നേടിയ മാഫിസ് സാലിഹ് US പൌരയാണ്. ഡൽഹിയിലെ ജാമിയ മിലിയ ഇസ്ലാമിയയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും അവർ നേടിയിട്ടുണ്ട്. ഹമാസ് അനുകൂല അൽ ജസീറയിൽ അവർ മുൻപ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ. ബദർ ഖാൻ സൂരിയും ഭാര്യ മാഫിസ് സാലിഹയും സോഷ്യൽ മീഡിയ വഴി ഹമാസ് ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ഇതിലൂടെ US വിദേശ നയത്തിന് അപകടമുണ്ടാക്കി എന്ന് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് ആരോപിക്കുന്നു. ഇന്ത്യ വിരുദ്ധ പോസ്റ്റുകളാണ് പലപ്പോഴും സൂരി പങ്കുവച്ചിരുന്നത്. ഹിന്ദുക്കൾ തങ്ങളുടെ അപകർഷതാബോധം മൂലം മസ്ജിദുകൾക്ക് മുന്നിൽ നൃത്തം ചെയ്യുന്ന ശീലം പുലർത്തിയിരുന്നു എന്ന് സൂരി തന്റെ ഒരു പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ഗാസയിൽ കണ്ടെത്തിയ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് എന്ന് ആരോപിക്കുന്ന മറ്റൊരു പോസ്റ്റിൽ ഇന്ത്യ വംശഹത്യയ്ക്ക് വഴിയൊരുക്കുന്ന രാജ്യം എന്നാണ് സൂരി തന്റെ പോസ്റ്റിൽ വിശേഷിപ്പിച്ചത്. പലസ്തീനുകളുടെ സഖ്യകക്ഷി എന്ന നിലയിൽ നിന്ന് ഒരു വംശഹത്യയ്ക്ക് വഴിയൊരുക്കുന്ന ആളിലേക്ക് മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് പലസ്തീൻ കുട്ടികളെ കശാപ്പ് ചെയ്യാൻ ഇസ്രയേലിന് മിസൈലുകൾ വിതരണം ചെയ്യുന്നത് എത്ര അപമാനകരമാണ്. രക്തപ്പണത്തിന് മൂല്യങ്ങളുടെ മാറ്റം ലജ്ജാകരം എന്നും സൂരി പോസ്റ്റിൽ പറയുന്നു. 2011 ഗാസയിലേക്കുള്ള ഒരു അന്താരാഷ്ട്ര മാനുഷിക സംഘത്തിന്റെ ഭാഗമായപ്പോഴാണ് ബദർ ഖാൻ സൂരി മാഫിസ് സാലിഹിനെ കണ്ടുമുട്ടുന്നത്. ആ സമയത്ത് സൂരി ജാമിയ മിലിയയിൽ PhD ചെയ്യുകയായിരുന്നു. ഗാസ സന്ദർശിക്കുന്ന ഗ്രൂപ്പിന്റെ വിവർത്തകനായി മാഫിസ് ജോലി ചെയ്തിരുന്നു എന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയതിനു ശേഷം ഫോണിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അവർ ബന്ധം പുലർത്തുകയും ചെയ്തു. ഒടുവിൽ അത് വിവാഹത്തിൽ കലാശിക്കുകയായിരുന്നു. ഹമാസ് ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് USൽ അറസ്റ്റിലായ ജോർജ് ടൗൺ സർവകലാശാലയിലെ ഇന്ത്യൻ ഗവേഷകനായ ബദർ ഖാൻ സൂരി അതേസമയം നാട് കടത്തുന്നത് തടഞ്ഞിരിക്കുകയാണ് US കോടതി. കോടതിയിൽ നിന്ന് മറ്റൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ സൂര്യയെ പുറത്താക്കരുത് എന്നാണ് വെർജീനിയയിലെ ഈസ്റ്റേൺ ജില്ലാ കോടതി ജഡ്ജി പട്രീഷ്യ ട്രോളിവർ ഗൈൽസ് ഉത്തരവിട്ടത്. ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ അപൂർവമായി ഉപയോഗിക്കുന്ന വകുപ്പ് പ്രകാരമാണ് സൂര്യയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതുവഴി USന്റെ വിദേശനയ താൽപര്യങ്ങൾക്ക് ഭീഷണിയായി കാണുന്ന US പൌരൻ അല്ലാത്തവരെ നാടുകടത്താൻ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് സാധിക്കും. ഡൽഹിയിലെ ജാമിയ മിലിയയിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടിയ ശേഷമാണ് ബദർ ഖാൻ സൂരി USൽ എത്തുന്നത്. ജോർജ് ടൗൺ സർവകലാശാലയിലെ അൽ വലി സെന്റർ ഫോർ മുസ്ലിം ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിംഗിൽ പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസ് ഗവേഷക വിദ്യാർത്ഥിയാണ് സൂരി. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും സമാധാന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് സൂര്യയുടെ ഗവേഷണം. ദക്ഷിണേഷ്യയിലെ ഭൂരിപക്ഷവാദത്തെയും ന്യൂനപക്ഷ അവകാശങ്ങളെയും കുറിച്ച് സൂര്യ ക്ലാസ് എടുത്തിരുന്നു. സ്കൂൾ ഓഫ് ഫോറിൻ സർവീസസിന്റെ സെന്റർ ഫോർ കണ്ടംപററി അറബ് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി കൂടിയാണ് മാഫാസ്. 2011 ഗാസയിലേക്കുള്ള അന്താരാഷ്ട്ര സഹായ സംഘത്തിന്റെ ഭാഗമായിരുന്നു സൂരി. അവിടെ വെച്ചാണ് മഫാസിനെ കണ്ടുമുട്ടുന്നത്. സംഘത്തിനുള്ള പരിഭാഷകയായിരുന്നു മഫാസ്. 2013 വെച്ച് ഗാസയിൽ വെച്ച് വിവാഹം നടത്താൻ ഇരു കുടുംബവും തീരുമാനിച്ചു എങ്കിലും ഈജിപ്തുമായുള്ള പ്രതിസന്ധി കാരണം സൂര്യയുടെ കുടുംബത്തിന് പലസ്തീനിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് 2014 ജനുവരിയിൽ ഡൽഹിയിലാണ് വിവാഹം നടന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട്. സൂര്യയുടെ ഭാര്യ പിതാവ് അഹമ്മദ് യൂസഫ് നേരത്തെ ഹമാസ് സർക്കാരിൽ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു. പിന്നീട് തർക്കപരിഹാരത്തിനുള്ള ഹൌസ് ഓഫ് വിസ്ഡം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചുമതല വഹിച്ചു. പടിഞ്ഞാറോട്ടുള്ള ഹമാസിന്റെ കവാടം എന്നാണ് അഹമ്മദ് യൂസഫ് അറിയപ്പെട്ടിരുന്നത് തന്നെ. ഹമാസിന്റെ ഉപദേഷ്ടാവായ ഒരു തീവ്രവാദിയുമായും സൂര്യയ്ക്ക് ബന്ധമുണ്ട് എന്നാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് അസിസ്റ്റന്റ് സെക്രട്ടറി ട്രീസിയ മക്ലാഫിൻ എക്സിൽ എഴുതിയത്. ട്രീസിയ ഉദ്ദേശിക്കുന്നത് സൂര്യയുടെ ഭാര്യ പിതാവിനെ ആണ് എന്നായിരിക്കും സൂചന. റോസ്കിനിലെ വീട്ടിനരികിൽ നിന്നാണ് US ഇമിഗ്രേഷൻ വിഭാഗം സൂര്യ അറസ്റ്റ് ചെയ്തത്. ഹമാസിനെ ഭീകര സംഘടനയായാണ് US കണക്കാക്കുന്നത്. നാടുകടത്തൽ നടപടികൾക്കായി സൂര്യയെ ലൂസിയാനയിലേക്ക് മാറ്റിയിരുന്നു. അതേസമയം കൊളംബിയ സർവകലാശാല ക്യാമ്പസിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി നേതാവ് മഹ്മൂദ് ഖലീലിനെ അറസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച അതേ നിയമവകുപ്പുകളാണ് സൂര്യയുടെ പേരിലും ചുമത്തിയത് എന്നാണ് വിവരങ്ങൾ. ഹമാസ് അനുകൂലി എന്ന് ആരോപിച്ച് വിസ റദ്ദാക്കപ്പെട്ട കൊളംബിയ സർവകലാശാല PhD വിദ്യാർത്ഥിനിയായ ഇന്ത്യക്കാരി രഞ്ജിനി ശ്രീനിവാസൻ സ്വയം US വിട്ടിരുന്നു.
ഹമാസിനെ അനുകൂലിച്ചതിന് അമേരിക്കൻ നാടുകടത്തിയ ഇന്ത്യൻ വിദ്യാർത്ഥിനി തീവ്രവാദികളുടെ സുരക്ഷിത സ്ഥാനമായി കാനഡയിൽ അഭയം തേടിയെന്നാണ് വിവരങ്ങൾ. അമേരിക്കൻ പോലീസ് ഭയാനകമായാണ് തന്നോട് പെരുമാറിയത് എന്ന് കരഞ്ഞുകൊണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥിനി രഞ്ജിനി ശ്രീനിവാസൻ കാനഡയിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. പ്രതിഷേധം ഭയന്നാണ് ഉടൻ ഇന്ത്യയിലേക്ക് മടങ്ങാതിരുന്നത് എന്നും ഇതിനിടെ അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നഗരാസൂത്രണത്തിൽ ഡോക്ടറൽ ബിരുദം പഠിച്ചിരുന്ന രഞ്ജിനി ശ്രീനിവാസനെ ഭീകര പട്ടികയിൽ അമേരിക്ക ഉൾപ്പെടുത്തുകയും ചെയ്തു. എക്സിലെ ഒരു പോസ്റ്റിൽ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റ്യനോ ശ്രീനിവാസനെ തീവ്രവാദ അനുഭാവി എന്നും വിളിച്ചിരുന്നു. ഭീകരതയും ആക്രമണത്തെയും വാദിക്കുന്നവർ യുഎസിൽ തുടരരുത് എന്നും അദ്ദേഹം പ്രസ്താവിച്ചു. അമേരിക്കയിൽ ജീവിക്കാൻ ഭയക്കണമെന്നാണ് രഞ്ജിനിയുടെ പ്രതികരണം. ഏറ്റവും താഴ്ന്ന രീതിയിൽ പോലും നമ്മൾ പലതും വിമർശിക്കുകയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ലൈക്കും ഷെയറും കമന്റും ചെയ്യും. അത്രയേ താനും ചെയ്തുള്ളൂ. അമേരിക്കയിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ തീവ്രവാദി എന്ന് വിളിച്ച് ജീവനും സുരക്ഷയ്ക്കും ഭയം ജനിപ്പിക്കുന്ന ഒരു മനുഷ്യനാക്കി ചിത്രീകരിക്കും. രഞ്ജിനി ശ്രീനിവാസന്റെ അഭിപ്രായത്തിൽ ഗാസ യുദ്ധത്തിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ എടുത്തു കാണിക്കുന്ന പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുകയോ പങ്കിടുകയോ ചെയ്യുക എന്നത് അമേരിക്കയിൽ കുറ്റകരമാണ്. ഫെഡറൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അവരുടെ വീട് സന്ദർശിച്ച് 2 ദിവസത്തിന് ശേഷമാണ് ശ്രീനിവാസന് യുഎസ് വിടാൻ തീരുമാനിച്ചത്. എന്നോടുടൻ അമേരിക്ക വിടണമെന്നും അല്ലെങ്കിൽ സൈനിക വിമാനത്തിൽ ബന്ധിച്ച് ഇന്ത്യയിൽ എത്തിക്കും എന്ന് പറഞ്ഞു എന്നാണ് രഞ്ജിനി പറയുന്നത്. കിട്ടിയ വസ്ത്രങ്ങളും മറ്റുമെടുത്ത് രഞ്ജിനി ഉടൻ മുറിവിടുകയായിരുന്നു. താൻ വളർത്തിയ പൂച്ചയെ പോലും ഉപേക്ഷിച്ചു എന്ന് കരഞ്ഞുകൊണ്ടാണ് രഞ്ജിനി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കൊളംബിയ സർവകലാശാലയുടെ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ പ്ലാനിംഗ് ആൻഡ് പ്രിസർവേഷനിൽ അർബൻ പ്ലാനിംഗിൽ ഗവേഷക വിദ്യാർത്ഥിനിയായിരുന്നു രഞ്ജിനി ശ്രീനിവാസൻ. യുഎസ് വിദേശ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന F1 വിസയിലാണ് രഞ്ജിനി അമേരിക്കയിൽ എത്തിയത്. ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സെന്റർ ഫോർ എൻവയൺമെന്റൽ പ്ലാനിംഗ് ആൻഡ് ടെക്നോളജി സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ രഞ്ജിനി ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് ഫുൾബ്രൈറ്റ് നെഹ്റു ആൻഡ് ഇൻലാക് സ്കോളർഷിപ്പോടെ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയിരുന്നു. ഇന്ത്യയിലെ ഭൂതൊഴിലാളി ബന്ധങ്ങൾ, രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥ തുടങ്ങിയവയിലായിരുന്നു രഞ്ജിനിയുടെ ഗവേഷണം. യുഎസ് വിദേശ ഭീകര സംഘടനയെ പ്രഖ്യാപിച്ച ഹമാസിനെ പിന്തുണയ്ക്കുന്ന പ്രവർത്തനങ്ങളിൽ രഞ്ജിനി ഭാഗമായി എന്നാണ് അമേരിക്ക കണ്ടെത്തിയത്. ഹമാസിനെ പിന്തുണച്ചതിലൂടെ രഞ്ജിനി ആക്രമണത്തെയും ഭീകരവാദത്തെയും പിന്തുണയ്ക്കുന്നു എന്നാണ് യുഎസ് പറഞ്ഞത്. സുരക്ഷാ ആശങ്കയെ തുടർന്നാണ് രഞ്ജിനിയുടെ വിസ റദ്ദാക്കുന്നത് എന്ന് യുഎസ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് വിശദീകരണം നൽകിയിരുന്നു. യുഎസിൽ പലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദേശ വിദ്യാർത്ഥികളെ നാടുകടത്തുന്നതിന്റെ ഭാഗം കൂടിയായിരുന്നു രഞ്ജിനിയുടെ വിസ റദ്ദാക്കൽ നടപടി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.